ഇപ്രാവശ്യമേ മക്കൾക്ക് വേണ്ട ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എന്ത് സാധനമാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് എടുത്തോട്ട്. അത് ശരിയാണ്. എല്ലാ പ്രാവശ്യവും നമ്മളെ ഇഷ്ടത്തിനല്ലേ ഓല് എടുക്കല്. അപ്പം ഇപ്രാവശ്യം കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് എടുത്തോട്ടെ. അതെ, നമ്മൾ എടുത്തു കൊടുത്ത് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലേ പിന്നെ പറയേണ്ടി വരികയില്ല. അതന്നെ, പിള്ളേർ ഈ പ്രാവശ്യം സ്വതന്ത്രരായോണ്ട് തന്നെ വലിയ ബില്ലെങ്ങാനും ആക്കുമെന്നാണ് എൻ്റെ പേടി. നിനക്ക് ഒരാൾക്കല്ലേ മേടിക്കുള്ളൂ, എനിക്ക് 3 പേർക്ക് മേടിക്കാനുണ്ട്. ബില്ല് എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല, അവരെ ഇഷ്ടത്തിന് എടുത്തോട്ടെ. പിള്ളേരെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അല്ല സൗമ്യ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്രാവശ്യം നല്ല വില തന്നെ പച്ചക്കറികൾക്ക് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറികൾക്കൊക്കെ വില കൂടിയോണ്ടേ. അമ്മ, എനിക്ക് ഈ ലഞ്ച് ബോക്സും ഈ വാട്ടർ ബോട്ടിലും മതി. ഇത് കൊള്ളാലോ, സ്റ്റീൽ തന്നെയാണല്ലോ അല്ലേ? എന്നാ അതെടുത്തോ. ഇമ്മ ചേച്ചി ഇതാ ഇഷ്ടപ്പെട്ടത്. ഈ കളർ നല്ലോണം എനിക്ക് ഇഷ്ടമായിക്കണേ. ഇതിനെടുക്കട്ടോ. ഇഷ്ടമായിക്കണമെങ്കിൽ എടുത്തുക്കോ. പിന്നെ എല്ലാവരോടും പെട്ടെന്ന് എടുക്കാൻ പറയട്ടോ. കുറേ സാധനങ്ങൾ മേടിക്കല്ലേ, ആകെ ബാഗും ബോക്സും മാത്രം മേടിച്ചു കിട്ടുള്ളൂ. ഇനിയും എത്രയോ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇമ്മച്ചേ ബെല്ലിമാക്ക് പള്ളവേദന കൂടിക്കാണ്ട് താരശേഷിയും വെല്ലിമ്മങ്കാടെ എൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിക്കണേ. അത് നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് മമ്മ പറഞ്ഞിക്കണേ. അല്ലാ, വലിയ കുഴപ്പമുണ്ടോ? ഞാൻ പോയി നോക്കണോ? ഈ ഒരു കാര്യം ചെയ്യ റംല. എന്താ വെച്ചാലേ താരൻ്റെ ഫോണിക്കൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കട്ടെ. ഹലോ. ഹലോ. അല്ലടി, ഇമ്മച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? മരുന്നൊക്കെ കിട്ടിയോ? മരുന്നൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. പിന്നെ ഷോപ്പിംഗ് മാളിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടുണ്ടെന്നില്ല. അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിക്ക് വന്നേക്കുക. ഇപ്പം ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. എന്നായിക്കോട്ടെട്ടോ, ഞാൻ എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ടേ വിളിച്ചേനി. ശരി. എന്താ മക്കളെ അത് പിടിച്ച് നിൽക്കുന്നത്? നിങ്ങൾ ആ കൊട്ടയിൽ പോയിട്ട് കൊണ്ടുവച്ചാളാ. അമ്മേ, ഇത് കൊള്ളാമോ? നല്ല ഭംഗിയുണ്ടല്ലോ. നിനക്ക് ഇഷ്ടമായിക്കണോ? ഇഷ്ടമായിക്കണമെങ്കിൽ ഇതേ കൊട്ടയിൽ കൊണ്ടുപോയി വെച്ചോക്കോ. അമ്മേ, എൻ്റെത് എങ്ങനെയുണ്ട്? കൊള്ളാലോ. കൊട്ടയിൽ കൊണ്ടുപോയി വെച്ചാളെ മോളെ. എടി, ഞാനൊരു കാര്യം ചോദിക്കാനേ വിട്ടുപോയി. എന്താ പറയുക, മക്കളെ യൂണിഫോം എന്താ ചെയ്യുന്നേ? അത് എനിക്കും താരക്കുമാരുടെ തന്നാൽ മതി. ഉസ്മാൻ്റെ യൂണിഫോം ഞാൻ താരൻ്റെ കയ്യിൽ കൊടുക്കണേ. കാരണം എനിക്ക് ആൺപിള്ളേരുടെ തുണി തയ്ക്കാൻ അറിയാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ദേവുവിൻ്റെയും മിന്നൂസിൻ്റെയും പിന്നെ ആമക്കുട്ടിൻ്റെയും റംല തയ്ച്ചോ. മാളൂസിൻ്റെയും ഉസ്മാൻ്റെയും തനക്കുട്ടിൻ്റെയും താര തയ്ച്ചോട്ടെ. അല്ല, ഇപ്രാവശ്യം കണ്ണനെയും ചേർത്തതല്ലേ, അപ്പം അവൻ്റെ തുണിയൊന്നും തയ്ക്കാല്ലേ? ഇല്ല, അവന് തയ്ച്ചതാണ് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത്. അത് ശരി. അമ്മേ, എൻ്റെ ഫൈഡർമാൻ്റെ എങ്ങനെയുണ്ട്? കൊള്ളാലോ. അതെ, അപ്പുറത്തെ മിന്നു ചേച്ചൊക്കെ ഉണ്ടാവും കേട്ടോ, അവരുടെ കൈ കൊണ്ട് കൊടുക്കേ. അല്ല ഉസ്മാന്, ദേവു എവിടെ? ദേവു ചേച്ചി ഇപ്പം വരും. അമ്മ, ഇത് ഓക്കെ ആണോ? ഓക്കെയാണ്, അതെടുത്തോ. ദേവോ, എൻ്റെ ഉസ്മാൻ്റെ ഒരേ മാതിരത്താണല്ലോ, കളർ ചേഞ്ച് അല്ലേ ഉള്ളൂ. മറ്റോലൊക്കെ ഒപ്പിച്ചെടുത്തപ്പോൾ ഞങ്ങൾ 2 പേരും ഒപ്പിച്ചെടുത്തതാ. അതെന്തായാലും കൊള്ളാം. എടി ബിന്ദു, ഈ ഓരോരുത്തരെ വിളിക്ക്, എന്നിട്ട് കുട എടുത്തെടുക്കാം. ദേവോ, ഒന്ന് ഇങ്ങോട്ട് വന്നാ. എന്താമ്മ? കുട എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുന്നിലേക്ക് നിൽക്കേ. ഹേ മേഡം. ഹേ മാം, എന്താണ് വേണ്ടത്? എനിക്ക് കുട വേണം. ഓക്കെ, എങ്ങനത്തെ കുടയാണ് വേണ്ടത്? നല്ല സിമ്പിളായിട്ട് ചെറിയ എന്തെങ്കിലും വർക്കുള്ള കുട മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കുട, അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ വൈറ്റ് ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്, അത് മതിയോ? അത് മതി. ഇതാണ് മോളെ ഞാൻ പറഞ്ഞിട്ടുള്ള അംബ്രല്ല. ഇത് നമുക്ക് ലെങ്ത് ഒക്കെ കൂട്ടാട്ടോ. ശരി, ഇത് മതി. ഉസ്മാനെ, ഇവിടെ വന്നാ. എനിക്ക് അങ്ങനത്തെ കുടയാ വേണ്ടിയെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഉസ്മാനെ. ഒരു കറുപ്പ് കളർ കുട മതി. സിമ്പിൾ ബ്ലാക്ക് ആണെങ്കിൽ മറ്റു കുട്ടികളെ കയ്യിലുണ്ടെങ്കിൽ മാറിപ്പോവും. അതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യുക? മോന് BTS ഇഷ്ടമാണോ? പിന്നെ നമുക്ക് വ്യത്യസ്തമാണ്. ഈ ഉമ്മച്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ബാഗൊന്നും എടുക്കാതെന്നതേ. അല്ലെങ്കിൽ നമ്മൾ അതന്നെ എടുക്കുള്ളൂ. എന്നാൽ നമുക്ക് BTSൻ്റെ കുട എടുത്താലോ? അതാകുമ്പോൾ അധികം ആരെടുത്തും ഉണ്ടാവൂല എന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെത്താ, ഞമ്മക്ക് എടുക്കാലോ. അല്ല, ഓലെ ചിത്രമുള്ളതാണോ? ഞാൻ
ഉദ്ദേശിച്ചത് അങ്ങനത്തെ അല്ല, ബ്ലാക്ക് അമ്പർല അതിന് ചെറുതായിട്ട് ഇങ്ങനെ ബി ടി എസിൻ്റെ ഒരു ലോഗോ അല്ല, ബി ടി എസിൻ്റെ എഴുതിയത്. അത് മതി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോനത് ഇഷ്ടമായിട്ടുണ്ടോ? നമ്മക്ക് ഇഷ്ടമായിക്കണേ, നിങ്ങളത് അങ്ങോട്ട് പാക്ക് ചെയ്താളി. ആദ്യമായിട്ടാണ് ഉസ്മാനെ എനിക്ക് ഇഷ്ടമായിക്കണേ പറഞ്ഞത്.